കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്രകാരം ദൈവവചനം പഠിക്കുവാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ താല്പര്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ ഹൃദയംഗമായി നിങ്ങളോട് നന്ദിയുണ്ട്. നമ്മൾ ഈ നാളുകളിലായിട്ട് പഴയ നിയമ ദേവാലയത്തെക്കുറിച്ചാണ് ധ്യാനിച്ചു വരുന്നത്. തുടർച്ചയായി ഈ വചനം നിങ്ങൾ കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അനേക ആത്മീയ സത്യങ്ങൾ ദൈവവചനത്തിൽ മറഞ്ഞു കിടക്കുന്നത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. തുടർച്ചയായി നിങ്ങളിത് ശ്രദ്ധിക്കണമെന്ന് താഴ്മയോടെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച് നിർത്തിയ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് താമ്രത്തൊട്ടിയെക്കുറിച്ചാണ്. അഥവാ ദേവാലയത്തിൻ്റെ പ്രാകാരത്തിലിരിക്കുന്ന രണ്ടാമത്തെ ആരാധന ഉപകരണമായിരിക്കുന്ന താമ്രത്തൊട്ടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. താമ്രത്തൊട്ടിക്കകത്ത് വെള്ളമുള്ളതായിട്ട് നമ്മൾ ചിന്തിച്ചു. വെള്ളം ദൈവവചനത്തെ കാണിക്കുന്നതാണ് എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. നമ്മൾ ഇപ്രകാരം ആ ഭാഗം ധ്യാനിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില സത്യങ്ങൾ കൂടെ ആ ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ അത്രയും ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ ആ താമ്രത്തൊട്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സ്ത്രീകളുടെ ദർപ്പണങ്ങൾ അഥവാ കണ്ണാടികൾ അന്നത്തെ കാലത്ത് ധാരാളമായി ഉപയോഗിച്ച് സ്ത്രീകൾ മുഖം നോക്കുവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ദർപ്പണങ്ങളാണ് പിന്നീട് മോശയുടെ കയ്യിൽ അവരെ കൊണ്ടുകൊടുക്കുന്നു. അതുപോലെ തന്നെ അതിനെ ഉരുക്കി ശുദ്ധീകരിച്ച് എടുത്താണ് താമ്രത്തൊട്ടി ഉണ്ടാക്കിയതായിട്ട് നമുക്ക് വചനത്തിൽ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്രകാരം ആ താമ്രത്തൊട്ടി ഉണ്ടാക്കിയിരിക്കുമ്പോൾ ആ താമ്രത്തൊട്ടിയുടെ അരികിലേക്ക് വരുന്ന ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ണാടി പോലെ മുഖം കാണുകയും അതുപോലെ തന്നെ അവൻ്റെ ആകാര രൂപം വളരെ വ്യക്തമായി കാണത്തക്ക നിലയിലാണ് ഈ താമ്രത്തൊട്ടിയുടെ ക്രമീകരണം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ആ താമ്രത്തൊട്ടിയുടെ മുമ്പിലേക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും കണ്ണാടിയിൽ മുഖം നോക്കുന്നത് പോലെ തന്നെ തൻ്റെ കുറവുകളുണ്ടെങ്കിൽ തങ്ങളുടെ പോരായ്മകളുണ്ടെങ്കിൽ അതൊക്കെ കാട്ടിത്തരുന്നതാണ് ഈ താമ്രത്തൊട്ടി എന്നും കൂടെ നമ്മൾ ഓർക്കുക. അങ്ങനെ കാട്ടിത്തരുന്നെന്ന് മാത്രമല്ല, അതിൻ്റെ പരിഹാരമായി അതിനകത്ത് തന്നെ വെള്ളം നിറച്ചിരിക്കുന്നത് കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് മുമ്പോട്ട് ആളുകൾക്ക് ആരാധനയ്ക്കായി പോകാൻ കഴിയും. ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യം, നമ്മളും ഇതുപോലെ ദൈവവചനത്തിന് മുമ്പിലേക്ക് വരുമ്പോഴാണ് കണ്ണാടി പോലെ അത് നമ്മളിൽ പ്രതിബിംബിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അപ്രകാരം നമുക്ക് കണ്ണാടിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, നമ്മളെ ഈ കാണുന്ന ഈ കുറവുകൾ നമ്മളെ കാണുമ്പോൾ അതിനുള്ള ശുദ്ധീകരണത്തിനായിട്ടുള്ള വെള്ളം ദൈവവചനം തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി FS ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ വെള്ളത്താൽ ആലും ആത്മാവിനാലും ജനിക്കുന്ന കാര്യത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യവും 5-ാം വാക്യവും വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെയെല്ലാം ദൈവവചനത്തെ വെള്ളമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, യേശു സംസാരിച്ച വചനം കൊണ്ട് ശുദ്ധീകരണം സംഭവിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി, പത്രോസിനെ ദൈവം കർത്താവ് ശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അവനോട് പറയുന്നു, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ ഓർക്കേണ്ടത്, കുളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വീണ്ടും കാലുകൂടെ കഴുകേണ്ടതായിട്ടിരിക്കുന്നു. കാലെന്തിനെയാണ് കാണിക്കുന്നത്? മുമ്പെപ്പോഴോ ഒരു എപ്പിസോഡിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി, ലോകവുമായി നമ്മൾ ബന്ധപ്പെടുന്ന ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് അഥവാ നമ്മുടെ കാൽപാദങ്ങൾ മാത്രമാണ്. ആ കാൽപാദങ്ങൾ നിരന്തരമായി പൊടി പറ്റുവാൻ, അഴുക്കുകൾ പറ്റുവാൻ, ധാരാളമായി ലോകത്തിൻ്റെതൊക്കെ മാലിന്യങ്ങളൊക്കെ പറ്റുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോകവുമായി ബന്ധപ്പെടുന്ന എല്ലാ ഭാഗങ്ങളിലും ഒരു കഴുകൽ വേണം എന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുഴുവനായി നമ്മൾ കഴുകപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിലുപരിയായി ദൈവവചനത്താൽ അനുദിനം ഓരോ ഭാഗങ്ങളും, കർത്താവേ എന്നിൽ
നമ്മിലേക്ക് ആ വിശുദ്ധി വരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം അത് ചെയ്തു തരുവാൻ മതിയായവനായ ദൈവമാണ്. അതുമാത്രമല്ല, കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി നമ്മോട് പറയുന്ന ഒരു കാര്യം, 3 കാര്യങ്ങൾ ശുദ്ധീകരണത്തിനായിട്ട് ദൈവവചനം പറയുന്നു. എന്തിനാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്? 1, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് മാത്രമേ കർത്താവിനെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിവിധ നിലയിൽ ശുദ്ധീകരണം ദൈവത്തിൻ്റെ വചനം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ 3 ശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വചനത്താലുള്ള ശുദ്ധീകരണം, ആത്മാവിനാലുള്ള ശുദ്ധീകരണം, അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണം. ഇത് 3മാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. ശുദ്ധീകരണമില്ലാത്ത ആർക്കും ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെയൊക്കെ യോഗങ്ങളുടെ പ്രാരംഭ സമയങ്ങളിൽ നിശ്ചയമായും ഒരു ശുദ്ധീകരണത്തിനായി സമയമെടുക്കുന്നത് നല്ലതാണ്. നമ്മൾ പാടുകയോ ആരാധിക്കുകയോ ശബ്ദം വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. എങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായി ആത്മാവിൻ്റെ പുതിയൊരു തലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ, ഒരു കഴുകലിൻ്റെ ആവശ്യകത ഈ നാളുകളിൽ ഏറ്റവും അധികം ഉണ്ട് എന്നുകൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ കൂടിവരവുകളിൽ, നാം ദൈവസന്നിധിയിൽ കൂടി വരുമ്പോഴൊക്കെയും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയില്ല എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ആവോളം ശുദ്ധീകരണത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനവുമായി നമ്മൾ സാദൃശ്യപ്പെടുത്തണം. ദൈവസന്നിധിയിൽ വരാതെ ആർക്കും നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാനോ ശുദ്ധീകരിക്കപ്പെടുവാനോ കഴിയില്ല. നമ്മൾക്കറിയാം, യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മുൻപുള്ള 5 അധ്യായങ്ങൾ മറ്റുള്ളവരുടെ അശുദ്ധിയെക്കുറിച്ച് താൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവ സാന്നിധ്യത്തിൽ വരുമ്പോൾ മാത്രമാണ് തനിക്ക് താനൊരു അശുദ്ധിയുള്ളവൻ എന്ന് മനസ്സിലാകുന്നത്. ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ വസിക്കുന്നവനാണ് എന്ന് തന്നെ സമർപ്പിച്ചു കൊടുക്കുകയും ദൈവം അവനെ ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന അവനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അവന് പിതാവായ ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഒരു ദർശനം 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. അത് മാത്രമല്ല, പിന്നീട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചിക്കുന്ന ഒരു വലിയ പ്രവാചകനായി ദൈവം യെശയ്യാവിനെ മാറ്റുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുവാൻ ഇടയായിത്തീരും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണാൻ കഴിയില്ല. രണ്ടാമതായിട്ട്, ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ ശുദ്ധീകരണമാണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ശുദ്ധീകരണത്തിലായിട്ട് ദൈവ ഇഷ്ടമെന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കളുടെ ശുദ്ധീകരണമാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വിവിധ നിലയിൽ ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമ്മൾ ഈ നാളുകളിൽ ഏൽപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് വചനത്താലുള്ള ഒരു ശുദ്ധീകരണത്തിനായി ആ താമ്ര തൊട്ടിയുടെ അരികിലേക്ക് ചെല്ലുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം പഠിക്കുകയും ദൈവവചനം വായിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. നീ ശുദ്ധീകരിക്കപ്പെടുവാനായി അനുദിനം ദൈവത്തിൻ്റെ വചനം വായിച്ചെങ്കിൽ മാത്രമേ അനുദിനം നമ്മളിലുള്ള അശുദ്ധികളെ കാണാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവവചനത്തിന്റെ പല ഉപദേശങ്ങളും പലർക്കും മറഞ്ഞിരിക്കുന്നു. വിശ്വാസികളെന്ന് അഭിമാനിക്കുകയും ദൈവവചനം പഠിക്കാതിരിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന്റെ എല്ലാ മാലിന്യങ്ങളിലും പെട്ട് അനുദിനം നമ്മുടെ ആത്മാവിന്റെ അഴുക്കുകൾ വർദ്ധിച്ചു വരുവാനിടയായിത്തീരും. അനുദിനം ഒരു ശുദ്ധീകരണത്തിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ദേവാലയത്തിൽ ഇരിക്കുന്ന താമ്രത്തൊട്ടിയിലെ വെള്ളം കൊണ്ട് ധാരാളം കഴുകൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാളുകളിൽ മുന്നേറുവാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മൂന്നാമതായിട്ട്, നമുക്ക് ദൈവത്തെ ആരാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മൾ ഈ ദേവാലയത്തിലേക്ക് എന്തിനാണ് ചെല്ലുന്നത്? പഴയ നിയമ ദേവാലയത്തിലേക്ക് ഒരുവൻ വരുന്നത് അവന്റെ പാപത്തിന്റെ മോചനത്തിനും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അവൻ അടുത്തു വരുമ്പോൾ
വരുമ്പോൾ അവൻ്റെ മനസ്സാക്ഷിയിൽ ഒരാരാധനയ്ക്കുള്ള സംതൃപ്തിയും ഉള്ളിൽ ഒരു നല്ല ബോധവും ലഭിക്കാതെയാണ് അവൻ മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യം, പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായി അവന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണ അളവിൽ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ നമ്മുടെ നിർജീവ മനസ്സാക്ഷിയെ പോക്കി ഏറ്റവും അധികം ശുദ്ധീകരിക്കുന്ന ഒരു ഭാഗം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളുടെ ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് നമ്മൾ മനസ്സിലാക്കണം? നമ്മുടെയൊക്കെ ആരാധനാലയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുമ്പോൾ, ബൈബിൾ ക്ലാസ്സിനായി വരുമ്പോൾ, ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ, ഉപവാസ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ നമ്മളിൽ എത്രമാത്രം ശുദ്ധീകരണം ആവശ്യമാണ്. ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ നടുവിൽ മാത്രമേ ദൈവത്തിൻ്റെ ആരാധന ശരിയായി നടക്കുകയുള്ളൂ. നമ്മുടെ ആയുസ്സിൽ നാം എത്രമാത്രം ആരാധിച്ചു എന്നുള്ളതല്ല വിഷയം, പിന്നെയോ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഒരു ആരാധന സ്വീകരിക്കുവാനായി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഇപ്രകാരം ദൈവവചനം നമ്മളെ അനുദിനം ശുദ്ധിയിലേക്ക്, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയർത്തേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് അനുദിനം ദൈവവചനം പല ഭാഗങ്ങളും നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മളിൽ തന്നെ ശുദ്ധീകരണം വരുന്നത് കാണുവാൻ കഴിയും. നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 10 അധ്യായങ്ങൾ വായിക്കാനായിട്ട് നമുക്ക് സമയമില്ലേ? 10 അധ്യായങ്ങൾ മലയാളത്തിൽ വായിക്കുവാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. നമ്മൾ മലയാളികളാകുന്ന ദൈവമക്കൾക്ക് അറിയാം, ഒരു അരമണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് 10 അധ്യായ പുസ്തകമായിട്ട് വായിക്കാം. പഴയ നിയമത്തിലെ 3 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കണം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നിങ്ങൾ മൊബൈലുമായിട്ട് ഇരിക്കരുത്. അല്ലയോ ദൈവദാസനെ, നിങ്ങൾ പത്രവുമായിട്ട് ഇരിക്കരുത്. നിങ്ങൾ ദൈവവചനം വായിക്കണം. നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ഭാഗങ്ങളെല്ലാം അറിയാമെന്ന് തോന്നിയാൽ പോലും അത് ആവർത്തിച്ചൊന്ന് വായിച്ചു നോക്കിക്കേ. അതിനകത്തൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയും നമ്മുടെ ആത്മാവിലും നമ്മുടെ മാനസിക മണ്ഡലങ്ങളിൽ ഒക്കെ ശുദ്ധീകരണം വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ ദൈവവചനം വായിക്കാം. പഴയ നിയമം 3 അധ്യായങ്ങൾ വായിക്കണം, പുതിയ നിയമം 3 അധ്യായങ്ങൾ വായിക്കണം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1 അധ്യായം വായിക്കാം. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ 2 അധ്യായം വായിക്കാം. അതുപോലെ തന്നെ നമുക്ക് ആദർശവാക്യങ്ങൾ എല്ലാ ദിവസവും, മാസത്തിന്റെ 31 ദിവസങ്ങൾ ഉള്ളത് കൊണ്ട്, അഥവാ 30-31 ദിവസങ്ങൾ കൊണ്ട് തീരുന്ന ഒരു മാസം, ആ മാസത്തിന്റെ ആ തീയതിക്കനുസരിച്ച് ഇന്ന് 10-ാം തീയതി ആണെങ്കിൽ 10-ാമത്തെ അധ്യായം സദൃശവാക്യങ്ങൾ വായിക്കാൻ കഴിയും. 31-ാമത്തെ ദിവസത്തിൽ 31-ാം അധ്യായം വായിച്ച് തീർക്കുവാനായിട്ട് കഴിയും. അങ്ങനെ നിങ്ങൾക്ക് ആ വാക്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഫെമിലിയറായി വരാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് ഈ ദൈവവചനം പല മീഡിയയിൽ കൂടെ നിങ്ങൾ കേൾക്കുന്നത് വളരെ അനുഗ്രഹമാണ്. എന്നാൽ എങ്കിൽ പോലും ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നതായതുകൊണ്ട് നമ്മൾ അതിലെ ഒട്ടും പുറകോട്ട് നിൽക്കരുത്. ദൈവവചനം അനുദിനം വായിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുവാനായിട്ടുള്ളത്, താമ്രത്തൊട്ടിയുടെ ഒരു അളവിനെ സംബന്ധിച്ച് ദൈവവചനത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അളവ് പറഞ്ഞു തരാതിരുന്നത്? നമ്മൾ മറ്റെല്ലാ ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യാഗപീഠത്തിന് 5 മുഴ നീളമെന്നും 5 മുഴ വീതിയെന്നും 3 മുഴം ഉയരമെന്നും ഒക്കെ ദൈവം പറഞ്ഞെങ്കിൽ, ഇവിടെ ഇതാ ആ ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന 2ാമത്തെ ഉപകരണമായ താമ്രത്തൊട്ടിക്ക് അളവുകളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അളവില്ലാഞ്ഞിട്ടാണോ? അളവ് പറയാതിരുന്നതിൻ്റെ കാരണം, ശുദ്ധീകരിക്കാനായിട്ട് ദൈവം വച്ചിരിക്കുന്ന പ്രമാണത്തിന് യാതൊരു അളവും മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വചനത്തിൽ ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു ലിമിറ്റ് ദൈവം വെച്ചിരിക്കുന്നില്ല. ദൈവവചനം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങളും വിശുദ്ധരായുവിൻ എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമുക്ക് ആ വാക്യം കാണാൻ കഴിയുന്നു. ദൈവത്തിന്റെ വചനത്താലുള്ള ശുദ്ധീകരണം അനുദിനം പ്രാപിക്കുവാനായി ദൈവം നമ്മളെക്കുറിച്ച്
ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ നമ്മളെ വളരെയധികം സഹായിക്കും. ദൈവവചനം ആവർത്തിച്ച് നമ്മൾ വായിക്കുന്ന നിമിത്തം, ദൈവത്തിൻ്റെ വചനം തുടർച്ചയായി നമ്മൾ കേൾക്കുന്ന നിമിത്തം, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കൂടുതൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന നിമിത്തം അനുദിനം നമ്മൾ കർത്താവിനോടുകൂടെ ചേരുകയാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ കൂടുതൽ ചേർന്ന് വരാൻ ഇടയായി തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഒരു ശുദ്ധീകരണത്തിനായി, വചനത്താലുള്ള ശുദ്ധീകരണത്തിനായി എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പ്രേരണ തരുന്നതനുസരിച്ച് നമുക്ക് ഓരോരോ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമ ഭാഗങ്ങൾ സാധാരണയായി ആളുകൾ വായിക്കാറില്ല. നമ്മൾ കൂടുതലും വിശ്വാസികളുടെ ഓരോ ബൈബിളുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ബൈബിളിൻ്റെ മധ്യഭാഗം സങ്കീർത്തന ഭാഗങ്ങളാണ് കൂടുതലും ധാരാളമായിട്ടും അല്പമൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത്. കാരണം നിത്യമായ ഉപയോഗത്താൽ അഴുക്ക് പിടിച്ചു പോയതാണ്. എന്നാൽ ഞാനിതിനെ കുറ്റം പറയുകയല്ല. എന്നാൽ മറ്റു ഭാഗങ്ങൾ നമ്മൾ വായിക്കണം, ലേഖനങ്ങൾ വായിക്കണം. വേദപുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ വായിച്ച് തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ നമുക്കതിനകത്ത് ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഇടയായി തീരും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ ഒരു കൊച്ചുമകൻ വല്യപ്പച്ചനോട് എന്ന് പറയുകയുണ്ടായി, എൻ്റെ ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ അവനോട് വല്യപ്പച്ചൻ പറഞ്ഞു, നീ അടുത്തിരിക്കുന്ന ഒരു ബാസ്ക്കറ്റ്, ഒരു കൊട്ട എടുത്തുകൊണ്ട് പോയി അടുത്ത നദിയിൽ നിന്ന് കുറെ വെള്ളം കോരിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ആകപ്പാടെ ഇങ്ങനെ നോക്കി. വെള്ളം ഇങ്ങനെ കോരിക്കൊണ്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ബക്കറ്റിൽ കോരുന്നത് പോലെ ഒരു ബാസ്ക്കറ്റിൽ കോരിയാൽ വെള്ളം അതിനകത്ത് നിൽക്കുകയില്ല. ഒരു കൊട്ടയ്ക്കകത്ത് എങ്ങനെയാണ് വെള്ളം കൊണ്ടുവരാൻ കഴിയുന്നത്? അവൻ പോയി ആ അപ്പൻ പറഞ്ഞു, വല്യപ്പച്ചൻ പറഞ്ഞതുപോലെ കൊണ്ടുവരാൻ ഇടയായി തീർന്നു. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അവൻ അപ്പന്റെ അരികിൽ കൊണ്ടുവന്ന് ഈ കൊട്ട കാണിക്കുകയാണ്. വെള്ളം തനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. വീണ്ടും അവനെ പറഞ്ഞിടുകയാണ്, നദിയിൽ പോയി നീ കുറെ വെള്ളം കോരിക്കൊണ്ടുവരിക, ഈ കൊട്ടയ്ക്കകത്ത് തന്നെ കോരിയാൽ മതി എന്ന് പറയുകയാണ്. അവൻ കോരിക്കൊണ്ടുവരുന്നു. വഴിയിൽ വെച്ച് അതെല്ലാം ചോർന്നു പോവുകയും ചെയ്യുന്നു. പല ആവർത്തി ഈ വല്യപ്പൻ ഈ കൊച്ചുമകനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ അവസാനം എന്താണ് സംഭവിച്ചത്? കൊച്ചുമകനോട് വല്യപ്പച്ചൻ ഒരു സന്ദേശം പറഞ്ഞു കൊടുത്തു. മോനെ, ഇതുപോലെ തന്നെ നീ ഇപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, ഈ കൊട്ടയ്ക്കകത്ത് ഒരല്പം പോലും അഴുക്കില്ല. എന്താണ് കാരണം? ധാരാളം പ്രാവശ്യം വെള്ളം അതിനകത്തു നിന്ന് കോരിക്കൊണ്ട് വന്നതുകൊണ്ട് വെള്ളമൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം, പക്ഷേ ഇതിനകത്തൊരു ശുദ്ധീകരണം നടന്നിരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്ന പല ഭാഗങ്ങളും നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല എങ്കിൽ പോലും നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയും നമ്മൾ ധ്യാനിക്കുകയും നമ്മൾ ഉരുവിടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിനകത്തൂടെ ഒരു ശുദ്ധീകരണം സംഭവിക്കുന്നു. ആത്മാവിൽ ഒരു സന്തോഷം ലഭിക്കുന്നു. 1-ാം സങ്കീർത്തനത്തിൽ 3-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവന് ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അനുഗ്രഹം അതിന് മുമ്പേ തന്നെയാണ്. എന്താണ്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് എന്ന് കാണുവാൻ കഴിയും. നമ്മൾ ദൈവവചനം വായിക്കുന്നത് സന്തോഷത്തോടെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ അത് ശുദ്ധീകരിക്കാനിടയായിത്തീരും. ഈ നാളുകളിൽ ആവർത്തിച്ച് നമുക്ക് വചനം വായിക്കാം. വചനം വായിക്കുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയമായി വളരുവാൻ കഴിയില്ല. വളരെ സ്നേഹത്തോടെ, അല്ലയോ യൗവനക്കാരാ, താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ശുദ്ധീകരണമാണ് ആരാധനയ്ക്ക് നമ്മെ സഹായിക്കുന്നത്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കും. ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ, എൻ്റെ ആത്മാവിലൊരു ശുദ്ധീകരണം വേണം. കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ പ്രകാരം ആ താമ്രത്തൊട്ടിയിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് ഒരു കഴുകൽ നടത്തുന്ന നിമിത്തം അവനെ ശുദ്ധിയുള്ളവനായി മാറുകയാണ്. അവൻ്റെ മുഖം കഴുകുന്ന നിമിത്തം, അവൻ്റെ കൈ കഴുകുന്ന നിമിത്തം, അവൻ്റെ കാലുകൾ കഴുകുന്ന നിമിത്തം അവനിലൊരു ശുദ്ധീകരണം നടക്കുന്നു. ഇപ്രകാരം നമ്മളും ഒരു ശുദ്ധീകരണം, വചനത്താലുള്ള ഒരു ശുദ്ധീകരണം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വിരമിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ കർത്താവിൻ്റെ വാഴ്വുകളും അനുഗ്രഹങ്ങളും നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ.
സ്തുതിക്കു പാത്രം എണ്ണമറ്റ മനോഗോത്രം നിന്നിൽ ചേർന്ന് വാഴും സ്തോത്രം. ഉന്നതൻ ശ്രീ യേശു മാത്രം എന്നും വന്ദിതൻ സ്തുതിക്കു പാത്രം എണ്ണമറ്റ മനോഗോത്രം നിന്നിൽ ചേർന്ന് വാഴും സ്തോത്രം. നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ഓ രക്ഷിതരാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം. ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം. ജീവൻ തന്ന സ്നേഹിതനാ സർവശ്രേഷ്ഠന പുരോഹിതനാ ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനാ. ജീവൻ തന്ന സ്നേഹിതനാ സർവശ്രേഷ്ഠന പുരോഹിതനാ ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനാ. നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ഓ രക്ഷിതരാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം. ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം. നിത്യജീവജലപാനം യേശുക്രിസ്തുനാഥൻ തന്ന ദാനം. ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം. നിത്യജീവജലപാനം യേശുക്രിസ്തുനാഥൻ തന്ന ദാനം. ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം. ഓ രക്ഷിതരാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ഓ രക്ഷിതരാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം. ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം. സ്തുതികൾ നടുവിൽ വാഴും തന്റെ അരികളിൽ തല താഴും. പാപികളെല്ലാരും കേഴും പാദമതിൽ വന്നു വീഴും.
സ്തുതി